പഴയ കാലത്തെ ഒരുപാട് ഓർമ്മകളുണ്ട് കാങ്കോൽ കാളീശ്വരത്തെ ആൽമുത്തശ്ശിക്ക്. എ.കെ.ജിയും കേരളീയനും എ.വി. കുഞ്ഞമ്പുവും ഈ മാവിൻ ചോട്ടിൽ വന്നിരുന്നാണ് സ്വാതന്ത്ര്യത്തിന്റെ ആകാശം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പഴയ ഓർമ്മകളും പേറി ആ മുത്തശ്ശി ഇവിടെ തലയുയർത്തി നിൽപ്പുണ്ട്. പഴയ കാലത്തെ ഒരുപാട് ഓർമ്മകൾ അയവിറക്കാനുണ്ട് കാങ്കോൽ കാളീശ്വരത്തെ ഈ മുത്തശ്ശി മാവിന്. വയസ്സേറും തോറും യുവത്വം നിലനിർത്തുകയാണ് ഈ മാവ്. ഒരു തിരഞ്ഞെടുപ്പ് കൂടി വന്നണയുമ്പോൾ CPMന്റെ നേതാക്കൾ ഈ മാവിന്റെ ചോട്ടിലിരുന്നാണ് പ്രദേശവാസികളോട് വോട്ട് അഭ്യർത്ഥിച്ചത്. 2 വിദ്യാലയങ്ങളുടെയും ക്ഷേത്രത്തിന്റെയും അരികിൽ സ്ഥിതി ചെയ്യുന്ന ഈ പടുകൂറ്റൻ മാവ് പ്രദേശത്തെ വലിയൊരു തണൽമരം കൂടിയാണ്. മൈതാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ സുഖമാണ്. ധാരാളം മാമ്പഴം എല്ലാ വർഷവും ഇത് നൽകുന്നു. വർത്തമാനകാലത്ത് കുളിര് നൽകുമ്പോൾ പോയൊരു കാലത്ത് ഒരുപാട് കയ്പുനീരിന്റെ കഥകളും ഈ മാവിന് പറയാനുണ്ട്. ജന്മിത്വ നാടുവാഴുത്ത സമ്പ്രദായം നിലനിന്നിരുന്ന കാലത്ത് ജന്മിയുടെ കാഴ്ചയിൽ തെറ്റ് ചെയ്തിരുന്നവരെ ക്രൂരമായി ഇതിന്റെ കീഴിൽ കെട്ടിയിട്ട് ശിക്ഷിച്ചിരുന്നു. അവരുടെയൊക്കെ ചോരപ്പാടുകൾ ഈ മാവിൻ ചോട്ടിൽ തളം കെട്ടി നിന്നിട്ടുണ്ടാകും. എ.കെ.ജിയും കേരളീയനും എ.വി. കുഞ്ഞമ്പുവും സ്വാതന്ത്ര്യത്തിന്റെ ആകാശം കാണിച്ചു കൊടുത്തതും ഈ മാവിൻ ചുവട്ടിൽ വെച്ചായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ മാവിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ വലിയൊരു ചരിത്ര സ്മരണയാണ് എൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ഈ മാവിന് അത്രക്ക് വലിയ ചരിത്രമുണ്ട്. ആലക്കാട് കിടാരൻ ചന്തുവിനെ കുടിയൊഴിച്ചപ്പോൾ എ.കെ.ജിയും കേരളീയനും എ.വി. കുഞ്ഞമ്പുമൊക്കെ വന്നിട്ട് ഇരുന്ന് രാഷ്ട്രീയം പറഞ്ഞ ഒരു മാവാണിത്. ആലക്കാട് ജനങ്ങൾക്ക്, ആലക്കാട് കാളീശ്വരത്തും ഉള്ള ജനങ്ങളെ രാഷ്ട്രീയം പഠിപ്പിച്ചത് ഈ മാവിൻ്റെ ഈ വേരിന് വലിയൊരു പ്രാധാന്യം. ഈ വേര് ഇന്നിപ്പോൾ കുറേ കൂടെ അമർന്നു പോയോ എന്നൊരു സംശയവും. വണ്ടിയിനേക്കാൾ ഉയരമുണ്ടായിരുന്നു മാവിൻ്റെ വേരിന്. അതുപോലെ യോഗങ്ങൾ, മുദ്രാവാക്യങ്ങൾ, അങ്ങനെ എത്ര കാര്യങ്ങൾ ഈ മുത്തശ്ശി മാവിന് നമ്മോട് പറയുവാനുണ്ട്. നാം അതൊന്ന് കേൾക്കാൻ ചെവിയോർക്കണമെന്നു മാത്രം. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.